ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, ബ്ലൗസും ട്രൗസറും ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ വന്നു എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ബിക്കോസ് ഇത് കോസ്റ്റൽ ആന്ധ്രയിൽ ഫിഷർ വുമൻസ് യൂസ് ചെയ്തിരുന്ന ഒരു ഡ്രേപ്പാണ്. അവർ ഫങ്ഷണലായിട്ട് അവരുടെ ആ ഒരു ജീവിത രീതിക്ക് അനുസരിച്ചിട്ടുണ്ടാക്കിയൊരു ഡ്രേപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാരി, നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും ഈ സാരി ഡ്രേപ്പ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ സാരി നമ്മുടെ ബോഡിക്ക് ചുറ്റും ചുറ്റിയെടുക്കുക. അതായത് സാരിയുടെ നല്ല ഭാഗം ആദ്യം നമ്മുടെ ശരീരത്തിന് തൊട്ട് കിടക്കണം. അങ്ങനെയാണ് ഈ സാരി ആദ്യം തന്നെ ഡ്രേപ്പ് ചെയ്യേണ്ടത്. നല്ല ഭാഗം നമ്മുടെ സൈഡിലായിരിക്കണം. എന്നിട്ട് ഇടത്ത് ഭാഗത്താണോ വലത്ത് ഭാഗത്താണോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഒരു നോട്ട് ഇടുക. ഞാനിപ്പം ഇടത്ത് സൈഡിലാണ് ഇട്ടിട്ടുള്ളത്. ആക്ച്വലി ഞാൻ വലത്ത് സൈഡിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ എൻ്റെ വല്ലാത്ത ഡിസ്ലെക്സിയ കാരണം തുടങ്ങിയപ്പം ഇടത്ത് സൈഡായിപ്പോയി. പക്ഷേ സാരി ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് വലത്തേ സൈഡിലാണെന്ന് എനിക്ക് മനസ്സിലായത്. കണ്ടോ ഇപ്പോൾ പറഞ്ഞപ്പോൾ പോലും തെറ്റിപ്പോയി. അത്രയ്ക്കും ഡിസ്ലെക്സിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വലത്ത് സൈഡിലാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കെട്ടി വന്നപ്പോൾ അത് ഇടത്ത് സൈഡിലായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നല്ല ഒരു നോട്ട് ഇടുക. എന്നിട്ട് ആ നോട്ടിട്ട അവിടെ നിന്ന് മുതൽ സാരീനെ നേരെ പകുതിയാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് നേരെ പകുതിയാക്കി എടുക്കുക. എന്നിട്ട് ആ പകുതിയും നമ്മൾ നേരത്തെ നോട്ടിട്ട അതേ അവിടെ തന്നെ വേറെ ഒരു ഡബിൾ നോട്ട് ഇടുക. നല്ല ടൈറ്റായിട്ട് നോട്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടത്, ഈ സാരി ഡ്രേപ്പ് ചെയ്യാൻ നമ്മൾ അണ്ടർ സ്കേർട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നല്ല ടൈറ്റായിട്ട് വേണം നോട്ടിടാൻ. സാരിയൊക്കെ പിടിച്ച് നേരെയാക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് നോട്ടിടുക. നേരെ പകുതിയാക്കണം. ശരിക്കും ആദ്യം ഞാൻ കണ്ടപ്പോൾ എനിക്കും തന്നെ ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. വല്ലാത്തൊരു വിയേർഡ് ഒരു ഡ്രേപ്പായിട്ടാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയത്. പക്ഷേ എൻ്റെ റിസൾട്ട് നല്ല ഭംഗിയായിരുന്നു. പൂച്ച സാർ അതുവഴി പോകുന്നുണ്ട്, ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ബാക്ക് ടു ടോപ്പിക്. അപ്പം നമ്മൾ അങ്ങനെ നോട്ട് ഇട്ടിട്ട് ബാക്കി ഇതേപോലെ വരുന്ന പോർഷൻ നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നല്ല ഭാഗം, അതായത് ഇതുവരെ സാരിയുടെ നല്ല ഭാഗം അകത്തായിരുന്നു, ഇപ്പോൾ സാരിയുടെ നല്ല ഭാഗം ഓട്ടോമാറ്റിക്കലി പുറത്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ ബോഡിക്ക് ചുറ്റും അതൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളിനി പല്ലുവാണ് എടുക്കുന്നത്. പല്ലു നമുക്ക് അത്യാവശ്യം നീളത്തിലുള്ള പല്ലു എടുക്കണം. പ്ലീറ്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നീളത്തിൽ പല്ലു എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ ഇതേപോലെ എടുത്തിട്ട് പല്ലുയുടെ നീളം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുക. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ ഇതേപോലെ എടുത്തിട്ട് പ്ലീറ്റ് ചെയ്യാൻ തുടങ്ങുക. നമ്മളിത് ഫ്രണ്ടിലല്ല പ്ലീറ്റ്സ് വരുന്നത്, ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ പ്ലീറ്റ് കൊണ്ടുപോയിട്ട് ടക്കിൻ ചെയ്യുന്നത്. നമ്മുടെ ബാക്കിൽ സ്പൈനിൻ്റെ അവിടെ ഒരു 3-4 പ്ലീറ്റ് എടുത്തിട്ട് അവിടെ ടക്കിൻ ചെയ്യുക. ആക്ച്വലി ഈ സാരി യൂസ് ചെയ്യാൻ, അതായത് ഡ്രേപ്പ് ചെയ്യാൻ 7 മീറ്റർ നീളമുള്ള സാരി വേണം. ഇവിടെ ഇപ്പോൾ ഞാൻ 5.5 മീറ്റർ സാരി കൊണ്ടാണ് ചെയ്യുന്നത്, എന്നാലും ഡ്രേപ്പ് നന്നായിട്ട് വന്നു. ഇനി ബാക്കി പല്ലു പോർഷൻ ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടത്തേക്ക് ഇടുക. എന്നിട്ട് നമ്മുടെ അരയുടെ അവിടെ നമ്മളെവിടെയാണോ സാരി സ്റ്റാർട്ട് ചെയ്തത് അവിടുത്തെ ആ സൈഡിലേക്ക് തന്നെ ടക്കിൻ ചെയ്യുക. അപ്പം നമ്മുടെ ഡ്രേപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ബ്ലൗസ് ഇട്ടത് കൊണ്ടാണ് കൈ പുറത്തേക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൈ അകത്തേക്ക് തന്നെ വെച്ചിട്ടാണ് ഇത് ഡ്രേപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രേപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്ലൗസും അണ്ടർ സ്കേർട്ടും ആവശ്യമില്ല. പിന്നെ പല വീഡിയോയുടെ അടിയിൽ ഞാൻ കമൻറ്റ് കണ്ടു, എന്തിനാണ് അണ്ടർ സ്കേർട്ട് ഇടാതെ ലെഗിൻസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ജീൻസോ പാൻറ്റോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന്. പല ഡ്രേപ്സും ഇന്ത്യൻ ഡ്രേപ്സിന് നമുക്ക് അണ്ടർ സ്കേർട്ട് ആവശ്യമില്ല, അതുകൊണ്ടാണ്. സോ നമ്മുടെ ഇന്നത്തെ ഡ്രേപ്പ് കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പും പുതിയൊരു സാരിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.